നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ പ്രതിയായ CMRL എക്സാലോജിക് ഇടപാടിൽ SFIO സമർപ്പിച്ച അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഇഡിക്ക് കൈമാറും. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം. അന്തിമ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഇഡി കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. റിപ്പോർട്ട് ഇഡിക്ക് ഇന്ന് തന്നെ ലഭിച്ചേക്കും എന്ന് സൂചനകളുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ നേരത്തെ തന്നെ റിപ്പോർട്ട് കുറ്റപത്രം അതിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടിരുന്നതാണ്. അത് നൽകാമെന്ന് കോടതി വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ പകർപ്പ് ലഭിക്കും എന്നാണോ പ്രതീക്ഷിക്കുന്നത് ഇഡി? അഭിലാഷ്, മാസപ്പടി കേസിൽ SFIOയുടെ അന്തിമ അന്വേഷണ റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിട്ടായിരുന്നു ഇഡി കോടതിയെ സമീപിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് SFIO അന്വേഷണം പ്രഥമ ദൃഷ്ട്യാ അംഗീകരിക്കാമെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് ഹാൻഡ് ഓവർ ചെയ്യാം. ഇഡിക്ക് അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാൻഡ് ഓവർ ചെയ്യാൻ കോടതി ഉത്തരവ് ഇട്ടിരിക്കുന്നത് അങ്ങനെയാണ്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7-ലാണ് ഈ കേസ് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നത്. അവിടെയാണ് ആ കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇഡിക്ക് ഈ നോട്ടീസ് അന്തിമ അന്വേഷണ റിപ്പോർട്ട് കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ഇന്ന് ഇഡിക്ക് റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം SFIOയുടെ അന്വേഷണ പരിധിയിൽ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ഇഡിയും അന്വേഷിച്ചിരുന്നത്. എന്നിരുന്നാൽ പോലും SFIOയുടെ കണ്ടെത്തൽ കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഒരുപക്ഷെ ഫെമ നിയമപ്രകാരം ഇഡിക്ക് CMRL കേസിൽ മാസപ്പടി കേസിൽ പ്രതിയായിട്ടുള്ള ആളുകൾക്കെതിരെ ചുമത്താനാകും. അതുകൂടി ചുമത്തുകയാണെങ്കിൽ സ്വത്ത് കണ്ടെത്തൽ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കടക്കാനുമാകും. എന്തായാലും പ്രഥമദൃഷ്ട്യാ SFIO സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് പ്രഥമദൃഷ്ട്യാ പ്രതികൾ കുറ്റക്കാരാണെന്ന് വ്യക്തമായതിനാൽ പ്രതികൾക്ക് സമൻസ് അയക്കുകയായിരിക്കും കോടതിയുടെ അടുത്ത നടപടി. എന്തായാലും പ്രതികൾക്ക് സമൻസ് അയച്ച ശേഷം അതിൽ മറ്റ് ഹിയറിംഗുകൾ നടന്ന ശേഷം മാത്രമേ തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും സമാന്തരമായി ഇഡി ഇത്തരത്തിലൊരു അന്വേഷണം നടത്തി വന്നിരുന്നത് കൊണ്ടും ഇഡിക്ക് ഇത്തരം രേഖകൾ കൈമാറാം അത് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം ഇഡിയുടെ ഉദ്യോഗസ്ഥൻ SFIOയ്ക്ക് കത്തയച്ചിരുന്നതിനൊപ്പമാണ് കോടതിയിൽ ഇത് ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചിരുന്നത്. ആ അപേക്ഷയിലാണ് തീരുമാനമായിരിക്കുന്നത്. എന്തായാലും ഇത് വീണ വിജയൻ, ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയായിരിക്കുന്ന കേസിൽ ഫെമ നിയമപ്രകാരം കേസെടുക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഇത് കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ ഇഡിക്കാകും. അതുകൊണ്ട് തന്നെയാണ് അന്തിമ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും അവിടെ ആജ്ഞ നമുക്കറിയാമല്ലോ, ഈ ഡൽഹി ഹൈക്കോടതിയിലടക്കം ഇതിനെ ചലഞ്ച് ചെയ്തിരുന്നതാണ് CMRL. പക്ഷേ കോടതി അതിന് അനുകൂലമാകുന്ന ഒരു തീരുമാനമല്ല എടുത്തത്. SFIക്ക് നടപടികളുമായി മുന്നോട്ട് പോകാം എന്ന നിലപാടാണ് സ്വീകരിച്ചത്. നേരത്തെ ഈ വിഷയത്തിൽ ഇഡി മറ്റു ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ വീണയെ ചോദ്യം ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ഈ റിപ്പോർട്ടിന്റെ അല്ലെങ്കിൽ കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിക്കുന്നതോടുകൂടി അതിൽ ഇഡിയെ സംബന്ധിച്ച് ആ ഏജൻസിക്ക്, അന്വേഷണ ഏജൻസിക്ക് ഏതൊക്കെ നിലയിൽ ചോദ്യം ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് എന്നത് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? അങ്ങനെ വീണയെ ചോദ്യം ചെയ്യാവുന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ SFIOയുടെ അന്വേഷണത്തിൽ ഉണ്ട് എങ്കിൽ ഇനി അടുത്ത പടി എന്നത് തീർച്ചയായും വീണയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ഇഡി കൂടി പോകും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, SFIO സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് അതായത് കമ്പനി നിയമപ്രകാരം 129, 134, 447 എന്നീ വകുപ്പുകൾ നിലനിൽക്കുമെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് തന്നെയാണ് അത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇഡിയെ സംബന്ധിച്ചിട്ട് ഇഡി ഈ കാര്യത്തിൽ അന്വേഷണം മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ പോലും അത്ര ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് നിരത്താനോ അതല്ലെങ്കിൽ വീണ വിജയനെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതേസമയം SFIO സംബന്ധിച്ചിട്ട് SFIO സമർപ്പിച്ചിരിക്കുന്ന അന്തിമ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. അത് പ്രത്യേകിച്ചും പ്രഥമ ദൃഷ്ട്യാ ഇതിൽ ഇവർ ഇത്തരം ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തതയുണ്ട് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ തുടർ നടപടികൾ ഇനി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയായിരിക്കും ഇതിന്റെ തുടർ നടപടികൾ കൈകാര്യം ചെയ്യുക. മാത്രമല്ല ഈ ഇഡിക്ക് ഈ റിപ്പോർട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നതോടുകൂടി ഇഡിയും അന്വേഷിച്ച് വന്നിരിക്കുന്ന കേസുകൾ കൂടുതൽ വ്യക്തതയാകും. ആ വ്യക്തതയോടുകൂടി ഇഡിക്ക് വീണ വിജയനെയും അതുപോലെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള മറ്റാളുകളെയും ശശിധരൻ കർത്തയെയും ഉൾപ്പെടെയുള്ള ആളുകളെ ഇതിനിടയിൽ കമ്പനി കാര്യ നിയമപ്രകാരം കണ്ടെത്തിയിട്ടുള്ള 2 കമ്പനികൾ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങൾ കൂടിയാണ് എന്നുകൂടി വ്യക്തത ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ ഈ കേസിൽ പ്രതികളായിട്ടുള്ള 11 പേരെയും
13 പേരെയും വിസ്തരിക്കാനും അത് തുടർ നടപടികൾ സ്വീകരിക്കാനുമുള്ള അവസരം കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇഡിക്ക് ലഭിക്കാൻ പോകുന്നത്. മാത്രമല്ല, നേരത്തെ ഇഡി അന്വേഷണത്തിൽ ഇത്രയും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഫെമ നിയമപ്രകാരം ഇവർക്കെതിരെ കേസെടുക്കാൻ കഴിയുകയാണെങ്കിൽ പ്രതികളുടെ സ്വത്തുവകകൾ സീസിംഗ് ചെയ്യാനുള്ള ഒരു അധികാരം കൂടി, ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിലാഷ്, മാസപ്പടി കേസിൽ SFIO കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇഡിക്ക് നൽകാമെന്ന് കോടതി തന്നെ ഉത്തരവിട്ട പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് ആ പകർപ്പ് ലഭ്യമാക്കാനുള്ള നീക്കങ്ങൾ ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതനുസരിച്ച് വീണ വിജയനെ ചോദ്യം ചെയ്യണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് ഇഡി തീരുമാനമെടുക്കുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ.